ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷാംശമില്ലാത്ത പച്ചമുളക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച നമ്മളൊക്കെ നമ്മുടെ അടുക്കള തോട്ടത്തിൽ പച്ചമുളക് നട്ടുപിടിപ്പിക്കുന്നത്. പക്ഷേ പച്ചമുളക് നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ പരാതി പ്രവാഹമാണ്. കുരുടിച്ചു പോകുന്നു, പൂക്കളെല്ലാം കൊഴിയുന്നു, മുളകുണ്ടാകുന്നില്ല, അങ്ങനെയൊക്കെ. ഞാൻ എൻ്റെ പച്ചമുളകിൻ്റെ ചെടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. പച്ചമുളകിൻ്റെ ചെടി കാണുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയുവാണേ. എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാൻ മറന്നു പോകല്ലേ. നമുക്ക് പച്ചമുളകിൻ്റെ ചെടി കാണാം. ഇതാണ് നമ്മുടെ മുളകിൻ്റെ ചെടിയെ. ഇതൊക്കെ ഞാൻ നട്ടുപിടിപ്പിക്കുന്നതും എല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിരുന്നത് കണ്ടോ. ഇതുപോലെ എല്ലാ കൊമ്പുകളിലും ഉണ്ട് കണ്ടോ. ഇതുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ബുള്ളറ്റ് മുളകുണ്ട്, അതുപോലെ വെള്ളമുളകുണ്ട് കണ്ടോ. ഇങ്ങനെ ഇവിടെയൊക്കെ നിൽക്കുവാണേ കണ്ടോ. അപ്പോൾ ഇതിനെന്തൊക്കെയാണ് ഞാൻ ചെയ്ത് കൊടുത്തതെന്ന് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യം തോന്നില്ലേ? ഞാൻ പറഞ്ഞു തരാവേ. പച്ചമുളകിൻ്റെ തൈ നമ്മൾ നട്ടുപിടിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ പാകി മുളപ്പിച്ച് ഏകദേശം 1 മാസം പ്രായമായ തൈകളാണ് നമുക്ക് നട്ടുപിടിപ്പിക്കേണ്ടത്. ഇതേപോലെ ഇത്രയൊക്കെ പ്രായമായ ചെടിയാണ് നമ്മൾ നടേണ്ടത്. ഇത് ഞാൻ സ്യൂഡോമോണാസിനകത്ത് ഇവിടെ കൊണ്ടുവന്ന് മുക്കിയിട്ടിരിക്കുവാണേ. അപ്പോൾ നമ്മൾ സാധാരണ ടെറസിലാണ് കൃഷിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറമ്പിൽ ഈ മുളകിൻ്റെ തൈ നട്ടുപിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാവേ. നട്ടുപിടിപ്പിക്കാൻ നല്ലോണം വട്ടത്തിൽ നല്ലോണം ആഴത്തിൽ കിളച്ചെടുക്കണേ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഞങ്ങൾ ഈ സ്ഥലം വാങ്ങിക്കുന്ന അവസരത്തിൽ ഇവിടെ ബയോഗ്യാസിൻ്റെ സ്ലറി ഉണ്ടായിരുന്നു, വലിയ സ്ലറിയുടെ ടാങ്ക് ഉണ്ടായിരുന്നു. ആ ടാങ്കിൻ്റെ വട്ടമാണ് ഈ കിടക്കുന്നത്, വാർത്ത് കിടക്കുന്നത് കണ്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നല്ലവണ്ണം മണ്ണിളക്കം വരത്തക്ക രീതിയിൽ ഇവിടെ നിന്നോട്ട് കിളയ്ക്കുക. നമ്മുടെ കോസ്മോസ് ചെടിയൊക്കെ ഇവിടെ നിൽക്കുന്ന കാരണം അത്രയ്ക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഇത്രയും നല്ലോണം താഴ്ത്തി എടുത്തിട്ടുണ്ടേ. ഇനി നമ്മളിതിനകത്ത് ചെയ്യുന്നത് ഈ കുഴിക്കകത്തേക്ക് ഞാൻ ചെയ്യുന്നതാണേ, കുറച്ച് കുമ്മായം ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും കണ്ടോ. പിന്നെ നമ്മുടെ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വളം ഇത്ര ഇട്ടു, ഇത്രത്തിൻ്റെ ആവശ്യമുള്ളൂ. എന്നിട്ട് ഞാൻ നമ്മൾ ഈ വെട്ടിക്കളച്ച മണ്ണില്ലേ കുറച്ച് അങ്ങോട്ട് ഇട്ടിട്ട് ഇതെല്ലാം മൂടിക്കളഞ്ഞു കണ്ടോ. ഇനി നമ്മുടെ മുളക് ചെടി. അപ്പം ഞാൻ ഇതിനകത്തോട്ടൊരു 2 എണ്ണം നടുന്നുണ്ടേ. 2 എണ്ണം ഒരുമിച്ചെടുത്ത് നടാം. അപ്പം ഇതിനകത്തോട്ട് എടുത്തിട്ട് പതുക്കെ ഈ മണ്ണൊന്ന് താഴ്ത്തി അതിനകത്തേക്ക് നമ്മൾ ഇതിട്ടിട്ട് മണ്ണ് കണ്ടോ ഇതുപോലെ അങ്ങോട്ട് കൂട്ടിക്കൊടുക്കും. ഇപ്പം എന്ന് പറഞ്ഞാൽ സമയം ഒരു 10-10:30 ആയേ. മഴക്കാലമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വെയിൽ തെളിഞ്ഞാൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ പുതിയതായിട്ട് നട്ടുപിടിപ്പിക്കുന്ന ചെടിയൊക്കെ പെട്ടെന്ന് വാടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഇല, വട്ടയിലയോ അല്ലെങ്കിൽ റംബുട്ടാൻ്റെ ഇലയോ എന്ത് വേണമെങ്കിലും ആകാം. ഇപ്പം ഞാനിവിടെ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് ഈ ശീമക്കൊന്നയുടെ ഇലയാണേ. അപ്പോൾ അത് ഞാൻ ഇതിനൊരു തണൽ പോലെ അങ്ങോട്ട് കുത്തിക്കൊടുക്കുക കണ്ടോ. ഞാൻ പതുക്കെ ഒന്ന് ഒടിച്ചിടുവാണെങ്കിൽ ഒട്ടും വെയിലടിക്കത്തില്ല. ഇത് ചോട് പിടിക്കുന്നിടം വരെ. നമുക്കൊരു പ്രത്യേക സാഹചര്യത്തിൽ വളർന്നു നിൽക്കുന്ന ഒരു മുളകിൻ്റെ തൈയുണ്ടേ, നമുക്കതൊന്ന് പറിച്ചുകൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ ഈ ഓർക്കിഡൊക്കെ നട്ടിരിക്കുന്നത് കണ്ടോ, ഇതിൻ്റെ ഇടയിലേക്ക് നമ്മുടെ ഒരു മുളകിൻ്റെ അരി, നമ്മൾ മുകളിൽ ടെറസൊക്കെ കൃഷി ചെയ്യുന്നവരല്ലേ, അപ്പോൾ അവിടെ നിന്ന് കിളിയൊക്കെ കുത്തിയിട്ടായിരിക്കും ഒരു മുളകരി ഇവരുടെ ഇടയ്ക്ക് കിളുത്ത് നിൽപ്പുണ്ടേ. അപ്പോൾ നമുക്കതൊന്ന് പറിച്ചുകൊണ്ട് പോകണം. ഏതായാലും ഈ ഓടും കഷ്ണത്തിനിടയ്ക്കൊന്നും ചകിരി കഷ്ണത്തിനിടയ്ക്കൊന്നും മുളക് നന്നായിട്ട് വരാൻ പോകുന്നില്ല കണ്ടോ. ഇത്രയും കിളുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ ഓർക്കിഡ് തപ്പി വന്നപ്പോഴാണ് ഇത് കണ്ടത്. ഈ പൂ കണ്ടോ, നല്ലൊരു വെറൈറ്റിയാണ്, പീച്ച് കളർ കണ്ടോ, നല്ല കളറുള്ളൊരു ഓർക്കിഡാണ്. അപ്പം ഞാൻ ഇതൊന്ന് പൊട്ടിപ്പോകാതെ പറിച്ചെടുക്കാൻ പറ്റുമോ നോക്കട്ടെ. വേരും പോകരുത്. അങ്ങനെ നല്ല മുറുകിയാണ് നിൽക്കുന്നു. ഓ എന്നാ ആഴത്തിൽ കിട്ടിയിട്ടുണ്ട് കണ്ടോ. എനിക്ക് തോന്നുന്നത് ഇത് മുന്തിരി മുളകായിരിക്കും, അല്ലെങ്കിൽ കറുത്ത നിറത്തി നീളത്തി മുളകുണ്ടാകുന്നതാണ്. എന്തായാലും നമുക്കിതൊന്ന് നട്ടു വെച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ ഇവിടേക്ക് ഇതിനെ നടുവാണേ. അപ്പോൾ നമ്മൾ ആ പഴയ പോലെ തന്നെ ഇതിനെ നട്ടു വെക്കുക. നട്ടു വെച്ചിട്ട് ഞാൻ കാണിക്കാവേ. ഇനി നമ്മളിപ്പോൾ നട്ട് പിടിപ്പിച്ച ചെടി അവിടെ നിന്ന് ചുവട് പിടിച്ച് വരട്ടെ. അപ്പോൾ ചുവട് പിടിച്ചൊരു 2 ആഴ്ചയൊക്കെ കഴിയുന്ന സമയത്ത് നമ്മൾ വളം കൊടുത്താൽ മതിയേ. അപ്പോൾ നമ്മുടെ പച്ചമുളകിൻ്റെ ചെടിക്ക് കൊടുത്ത വളം ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാവേ. ഞാൻ നമ്മുടെ ഈ കാണുന്ന പച്ചമുളകിൻ്റെ ചെടിക്ക് ചെയ്തിരിക്കുന്ന ഒരേ ഒരു വളം എന്ന് പറയുന്നത് ഈ സാധനമാണേ. ഇത് ഞാൻ അഴിച്ചിട്ട് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, എല്ലാവർക്കും മേടിക്കാനും പറ്റുന്നതാണ് കണ്ടോ. നല്ല കടലപ്പിണ്ണാക്കാണേ.
അപ്പോൾ ഇതൊരു ഏകദേശം 1/2 കിലോ കാണും. അതിൻ്റെ ഒരു പകുതി 1/4 കിലോയോളം ഞാൻ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ടേ. അപ്പം നമുക്ക് ഇഷ്ടം പോലെ മുളകൊക്കെ ഉണ്ടല്ലോ, അവർക്കെല്ലാം മുളകിന് മാത്രമല്ല എല്ലാത്തിനും നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അപ്പം ഇത്രയും കടലപ്പിണ്ണാക്ക് എടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് ഒരു 1 ലിറ്ററോളം, അളവൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇത് കഞ്ഞിവെള്ളമാണ്. അപ്പോൾ ഇത് ഇന്നത്തെ കഞ്ഞിവെള്ളമാണ്. നിങ്ങൾക്ക് പുളിപ്പിച്ച കഞ്ഞിവെള്ളം വേണമെങ്കിലും ഇതിനകത്തേക്ക് ഉപയോഗിക്കാം. കണ്ടോ, ഇങ്ങനെ പിണ്ണാക്കിട്ടിട്ട് ഇളക്കാൻ ഒന്നും വേണ്ട. ഇതുപോലെ നമ്മൾ പിണ്ണാക്കിട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ കഞ്ഞിവെള്ളം ഒഴിച്ച് അടച്ചൊരു 2-3 ദിവസം വയ്ക്കണം. അതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്നത്തെ കഞ്ഞിവെള്ളം എടുത്താലും കുഴപ്പമില്ല, 3 ദിവസത്തെ പുളിപ്പ് അതിന് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഇതേപോലെ അടച്ചു വെക്കുക. ഇങ്ങനെ വെച്ചിരുന്ന കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഞാൻ കാണിക്കാവേ. ഇതാണേ നമ്മൾ കടലപ്പിണ്ണാക്ക് വെള്ളത്തിനകത്ത് പുളിപ്പിച്ച് വെച്ചിരിക്കുന്നതാണേ. അപ്പം ഞാൻ ഈ പാത്രത്തിനകത്തോട്ട് ഒഴിക്കുക. നല്ല പോലെ ഒരു 5 ഇരട്ടിയോ അതിൽ കൂടുതലോ നമുക്കിതിനെ നേർപ്പിക്കാം കേട്ടോ. അപ്പം ഈ ബക്കറ്റിനകത്തൊരു 1/2 ബക്കറ്റല്ലേ ഉണ്ടായിരുന്നു. നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ നേർപ്പിച്ചെടുക്കുമ്പോൾ ഞാൻ കാണിക്കാം. അപ്പോൾ ഇതൊരു 2 ഇരട്ടി ആയിട്ടുണ്ടേ. അത് നമ്മുടെ കടലപ്പിണ്ണാക്ക് കുതിർന്നിരിക്കുന്നതിൻ്റെ അളവനുസരിച്ച് നമ്മൾ നേർപ്പിച്ചോണം. നല്ലോണം നേർപ്പിച്ച് മാത്രമേ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. നല്ലോണം നേർത്താണ് നല്ലത്, അല്ലെങ്കിൽ ചെടിയുടെ ചോട്ടി കെട്ടി നടന്നിട്ട് വായുസഞ്ചാരം കുറയും. അപ്പം ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് എടുത്തു കണ്ടോ. ഇനി നമുക്കിത് ചെടിക്ക് കൊണ്ട് കൊടുത്തിട്ട് വരാം. പോരെ കാണിക്കാം. ഇതാ നമ്മുടെ മുളകിൻ്റെ ചെടിയെ കണ്ടോണേ. ഞാൻ വെറുതെ ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കത്ത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഇതിൻ്റെ ചുവട്ടിലെ മണ്ണ് കുറയുന്ന അവസരത്തിൽ മണ്ണ് വെട്ടിക്കൂട്ടിക്കോണേ. അതുപോലെ ഇവിടെ ഒരു മുളകിൻ്റെ ചെടിയും കൂടെ ഉണ്ട്. അപ്പോൾ അവർക്കൂടെ കൊടുത്തേക്കാം. അല്ലേ അവരോർക്കത്തില്ലേ മറ്റവർക്ക് കൊടുത്തു ഞങ്ങൾക്ക് തന്നില്ല എന്ന് ഓർക്കില്ലേ. അപ്പോൾ അതിന് ഞാൻ ഇവിടെയും കൂടെ കൊടുത്തു. ഇനി ഇവർക്ക് നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്തു കൊടുക്കാനുണ്ടേ. അതിന് മുന്നേ നമുക്കിതൊന്ന് വിളവെടുക്കാം. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചു തന്നിട്ടുള്ളത് ഈ ഭാഗത്തുള്ള മുളകിനെല്ലാം മുരടിപ്പ് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം നമ്മളിവിടെ ഒരു കാര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പം അന്നത്തെ വീഡിയോ കാണാത്തവർക്ക് ഞാനിപ്പോൾ ചെയ്തു കൊടുക്കുമ്പോൾ അതും കൂടെ കാണുകയും ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ നമുക്കിതങ്ങ് വിളവെടുത്തേക്കാം. അപ്പോൾ നമുക്കിത് ഇതൊന്ന് പറിച്ചെടുക്കാവേ. കണ്ടോ മുളകുണ്ടോ, ഇതുപോലെ നന്നായിട്ട് നമുക്ക് മുളകുണ്ടായി കിട്ടും. അപ്പോൾ ഇതിൻ്റെ തണ്ട് ഒടിഞ്ഞു പോകാതെ നല്ല സൂക്ഷിച്ച് പതുക്കെയൊക്കെ വേണം പറിച്ചെടുക്കാൻ. അപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇതുപോലെ കിടക്കുന്ന മുളകാണ് ഞാനിപ്പം വിളവെടുക്കാൻ പോകുന്നത്. ഒന്നുകിൽ നമുക്ക് അവസാനം വിളവെടുത്തതിന് ശേഷം കാണിക്കാം. ഞാൻ ഈ പാത്രത്തിനകത്തോട്ടാണ് പറിച്ചിടുന്നത്. അപ്പം ഇതേപോലെ ഇപ്പം നമ്മൾ മുളക് കിട്ടുന്നില്ല എന്ന് പരാതി പറയേണ്ട കാര്യമുണ്ടോ? അപ്പം ഇതേപോലെ മുളക് കിട്ടും. വലിയ പരിചരണവും മുളകിൻ്റെ ചോട്ടിൽ നിന്ന് നമ്മൾ മാറാതെ കൂട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ നമുക്ക് മുളക് കിട്ടും. പിന്നെ മുളകിനൊരു കാര്യമുണ്ടേ, ഈ സീസൺ വരുന്നതിനനുസരിച്ച് ഭയങ്കര ചൂട് കാലമാണെങ്കിൽ എനിക്ക് ടെറസയിലൊക്കെ മുളകിൻ്റെ വിളവ് എപ്പോഴും കുറയും. അത് കാരണം താങ്ങും തണലും ഇല്ലാത്ത ചൂട് അതിൻ്റെ ചുവട്ടിലോട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇപ്പോൾ പറമ്പിലാണെങ്കിൽ ആ ചൂടിൻ്റെ അത്രയും പ്രശ്നം വരത്തുമില്ല കേട്ടോ. പറമ്പിൽ കൃഷി ചെയ്യുന്നതാണ് മുളക് എപ്പോഴും കൂടുതൽ കിട്ടാൻ നല്ലത്. പക്ഷേ പറമ്പില്ലാത്തവരെന്നാ ചെയ്യും? അതുപോലെ തന്നെയാണ് ഈ ചാരത്തിൻ്റെ ഉപയോഗം. ഇന്നിപ്പോൾ ഈ പട്ടണത്തിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ ഒരാളുടെ വീട്ടിലും വിറക് വാങ്ങിച്ച് കത്തിക്കുന്നില്ല. അപ്പം അതിനോട് യോജിക്കുന്നുള്ളവർ എനിക്കൊന്ന് കമൻ്റ് ഇട്ടേക്കണേ. വീട്ടിൽ ചാരം കിട്ടാനുള്ള സൗകര്യം ഇല്ല എന്നുള്ളവർ പല ആൾക്കാരും എന്നോട് പറയാറുണ്ട്. അല്ല റബ്ബർ തോട്ടത്തിലൊക്കെ വീട് വെച്ച് താമസിക്കുന്നവർക്കോ അല്ലെ അതുപോലെ സ്ഥലമുള്ളവർക്കൊക്കെ മാത്രമാണ് ഇന്ന് വിറക് കിട്ടുന്നത്. വേറെയുണ്ട്, വിറക് കിട്ടിയാൽ തന്നെ ഇന്നത്തെ എല്ലാ ആൾക്കാരും തന്നെ പുറത്തു പോയി ജോലി ചെയ്യുന്നവരും ജീവിത തിരക്ക് കൂടുതലുള്ളവരാണ്. ഈ വിറക് കത്തിച്ച് നമ്മൾ പാചകം ചെയ്യുമ്പോഴത്തെ താമസം ഒത്തിരി അതിന് ഗുണങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അതിൻ്റെ താമസം നമുക്കറിയാം. രാവിലെ ഇതൊക്കെ വെച്ചുണ്ടാക്കി പിള്ളേരെയൊക്കെ പറഞ്ഞു വിട്ട് ജോലിക്കൊക്കെ പോകുന്ന ആളുകൾക്ക് വിറകൊന്നും ഊതിക്കൊണ്ട് നിൽക്കാനുള്ളൊരു സൗകര്യമില്ല. അപ്പം നമുക്ക് അങ്ങനെയുള്ളവർക്കും കൃഷി ചെയ്യണ്ടേ. നമ്മളിതേ ഈ മുളകേന്ന് പറിച്ചപ്പം നമുക്ക് ഇത്രയും മുളക് കിട്ടിയിട്ടുണ്ടേ. ഇതേന്നും കൂടെ പറിക്കാം. ഇതൊരിനം വെള്ളക്കാന്താരി പോലത്തേതാണ്. പക്ഷേ കാന്താരി പോലെ ചെറുതല്ല, ഇച്ചിരി നല്ല വലിപ്പമുള്ള മുളകാണ്. കണ്ടോ, ഇതേപോലെ താണേ. ഈ ചെടിയെ നിൽക്കുന്ന കണ്ടല്ലോ. ഞാനിതെല്ലാം കൂടി ഈ പാത്രത്തിനകത്തോട്ട് പറിച്ചിടാൻ പോവുകയാണേ. എന്നിട്ട് ഞാൻ കാണിക്കാം. ഏകദേശം ഞാൻ പറിച്ച് തീർന്നിട്ടുണ്ടേ. ഇതുപോലെ നിൽക്കുന്നൊരു മുളക് കണ്ടോ. ഈ ഒരു മുളക് പറിച്ച് ഞെരടി മണ്ണ് മാറ്റിയിട്ട് ഈ ചോട്ടിൽ എവിടെയെങ്കിലും ഇട്ടാൽ മതി. അത് അടുത്ത ദിവസം തന്നെ ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ മുളച്ച് വരും. ഇച്ചിരി മണ്ണുമൊക്കെ ഇട്ട് ഇച്ചിരി വളമൊക്കെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വളർന്ന് കയറി വരുമ്പോൾ നമുക്ക് വേറെ വേറെ തൈകളായിട്ട് നട്ട് വളർത്താനായിട്ട് പറ്റും. അപ്പം ഞാൻ ഇത്രയും മുളക് പറിച്ചിട്ടുണ്ടേ.
ഇത് എന്തുമാത്രം ഉണ്ടെന്ന് അറിയത്തില്ല. നമുക്കൊന്ന് വെറുതെ തൂക്കി നോക്കാം, നമ്മുടെ ഒരു സന്തോഷത്തിന് എത്ര ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്കിത് ഇതേൽ വെച്ചിട്ടൊന്ന് വെയിറ്റ് നോക്കാം ഏകദേശം എത്ര ഉണ്ടെന്നേ. വെയിറ്റിലൊന്നും നമുക്ക് വലിയ കാര്യമൊന്നുമില്ല, നമ്മൾ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി. എത്ര? 700 ഗ്രാം കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഒരു 2-3 മുളകിൻ്റെ ചെടിയുണ്ടേ. അതേലും നല്ലോണം കായുണ്ട്. കണ്ടോ, ഇതുപോലെ കായുണ്ട്. ഇതെന്നാണെന്നറിയോ? മുളകാണെന്ന് നിങ്ങൾ പറയുവാണോ? ഇത് മുല്ലമൊട്ട. ഇനി നമ്മൾ ഇവർക്ക് ചെയ്തു കൊടുക്കുന്നത് എന്നാണെന്നറിയോ? ഇത് കുമ്മായമാണേ. അതിൻ്റെ ഇത്രയും കുമ്മായം, ഒരു പിടി കുമ്മായം ഞാൻ ഇതിനകത്തോട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്തോട്ടൊരു 1.5 ലിറ്റർ വെള്ളം ഒഴിക്കുക. ഒഴിച്ചുകൊണ്ടുവരാവേ. വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ടേ. ഇനി നമ്മൾ ചെയ്യുന്നത് ഇവരെ ഇങ്ങനെ അങ്ങോട്ട് കൂട്ടിപ്പിടിച്ചിട്ട് ഇവരുടെ മുകളിൽ കൂടെ ചുവട്ടിലും എല്ലാം വീഴത്തക്ക രീതിയിൽ നമ്മളിത് ചെയ്തങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. കണ്ടോ, എല്ലാ മുളകിനും, പച്ചമുളകിനായാലും കാന്താരിക്കായാലും എല്ലാ മുളകിനും നമുക്ക് ഇതേപോലെ ചെയ്തു കൊടുക്കാം. ഇത് മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും ചെയ്തു കൊടുക്കണേ. നമ്മൾ കടലപ്പിണ്ണാക്ക് ചേർത്തിട്ട് വളം കൊടുക്കാൻ പറഞ്ഞില്ലേ, അതൊരു മാസത്തിൽ 3 പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും. നമ്മുടെ പച്ചമുളകിൻ്റെ ചെടികളിൽ കീടങ്ങൾ വരാതിരിക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ വേപ്പെണ്ണയും സോപ്പും കൂടെ ചേർത്തിട്ട് ഒരു ആഴ്ചയിൽ 1 വീതം നമുക്ക് ഇവരുടെ ഇലകളുടെ അടിയിലും മുകളിലും എല്ലാം വരത്തക്ക രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ കീടങ്ങൾ പിടിക്കാതിരിക്കും. പിന്നെ പലതരത്തിലുള്ള കീടങ്ങളുടെയൊക്കെ ശല്യങ്ങൾ ഉണ്ടായാൽ നമുക്കത് പരിഹരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചില്ലി ജാസ്മിൻ ചാനലിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുവേ. അതൊക്കെ നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. വേപ്പെണ്ണയും സോപ്പും ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നറിയോ? 5 മില്ലി വേപ്പെണ്ണയും 5 മില്ലി സോപ്പും കൂടെ 1 ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കിയിട്ട് വേണം സ്പ്രേ ചെയ്യാനേ. ഞാനിപ്പോൾ പറഞ്ഞ എന്നാണെന്നറിയോ? നമ്മൾ ആ പേരയുടെ വീഡിയോ ഇട്ടപ്പോൾ രാംകുമാർ എന്ന് പറയുന്ന ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് നമ്മളിത് പേരയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ പേരയിൽ ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ അത് ചെയ്യുന്നത് ഇങ്ങനെയാണ്. 5 മില്ലി വീതം ഓരോ ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കിയിട്ട് നല്ല പോലെ ഇലയുടെ മുകളിലും താഴെയും ഒക്കെ വീഴത്തക്ക രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തുന്ന 2-3 പച്ചമുളകിൻ്റെ ആവശ്യമുള്ളൂ. നമ്മുടെ ആവശ്യത്തിന് വേണമെങ്കിൽ നമ്മുടെ അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലും കൂടെ കൊടുക്കാനും മാത്രം പച്ചമുളക് നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.